കർണാടക മുഖ്യമന്ത്രി കാര്യങ്ങൾ പഠിക്കാതെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമായിരിക്കാം ഒരു വളരെ തെറ്റായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. മലയാള ഭാഷാ ബില്ല് എന്നുള്ളത് ഈ നാടിന്റെ പൊതുവായ വികാരമാണ്. നമ്മൾ നേരത്തെ ഒരു ബില്ല് പാസാക്കി രാഷ്ട്രപതിക്ക് അയച്ചു. അതിന് അംഗീകാരം കിട്ടിയില്ല. നമ്മളുമായി ചർച്ച നടത്തി വിശദീകരണങ്ങൾ ചോദിച്ച് അതിന് വിശദീകരണമൊക്കെ നൽകിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ബില്ലിന് അനുമതി നിഷേധിച്ചതായിട്ട് വന്നു. അതിന്റെ എല്ലാ ഭാഗങ്ങളും പരിശോധിച്ചിട്ടാണ് ഇത്തവണ നമ്മൾ ബില്ല് അവതരിപ്പിച്ചത്. ആ ബില്ലിൽ ഈ പറയുന്ന ഭാഗങ്ങളൊന്നുമില്ല. കന്നഡ, തമിഴ് ന്യൂനപക്ഷങ്ങൾ ഉള്ള ഭാഷാ ന്യൂനപക്ഷങ്ങൾ അവർക്ക് അവരവരുടെ ഭാഷയിൽ പഠിക്കാനാണ് പുതിയ ബില്ലിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. ആ ബില്ലാണ് നിയമസഭ പാസാക്കിയത്. അതിൽ ഇത് മറ്റ് തമിഴ് ന്യൂനപക്ഷമാകാം, കന്നഡ ന്യൂനപക്ഷമാകാം, അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ മലയാളം പഠിക്കാമെന്നുള്ളൂ. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. അതിനകത്താണ് ഒരു വിയോജിപ്പ് വന്നത്. ആ വിയോജിപ്പ് കൂടി പരിഗണിച്ചിട്ടാണ് ഈ നിയമം പാസ്സാക്കിയത്. അപ്പൊ അത് എനിക്ക് തോന്നുന്നു ഇവര് ഈ SIT വേണ്ടെന്ന് പറഞ്ഞിട്ട് പുറത്തിരിക്കുകയായിരുന്നല്ലോ. പുറത്തിരിക്കുമ്പോൾ ബില്ല് വായിച്ചു വെക്കാൻ പോലും കോൺഗ്രസിന് സമയം കിട്ടിയിട്ടുണ്ടാവില്ല. അവരെല്ലാം അവിടെ ഭരിക്കുന്നത്. അപ്പൊ മലയാളിക്കെതിരെ ഇങ്ങനെ കർണാടക മുഖ്യമന്ത്രി വരുമ്പോ അവരുടെ ന്യൂനപക്ഷ അവകാശവും സംരക്ഷിച്ചിട്ടുണ്ട് കേരളത്തിൽ എന്ന് പറയേണ്ട ഉത്തരവാദിത്വം കോൺഗ്രസിനില്ലേ? കോൺഗ്രസ് മലയാളിക്കെതിരെയുള്ള നിലപാട് സ്വീകരിക്കാമോ?